ഹായ് ഓൾ, എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിസം? നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്ത് തന്നെ എന്തായിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുപോലെ വേറെ എക്സാമ്പിൾ എന്താ? നമ്മൾ ഒരു മൂവിങ് ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വയറിലൂടെ കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇല്ലേ? അതേപോലെ വേറെ ക്ലാസിക് എക്സാമ്പിൾ ആണെന്ത്? ബാർ മാഗ്നറ്റ്. എന്താണെങ്കിലും നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സുകൾ നോക്കാം. പിന്നെ നമുക്കറിയുന്നതാണ്, നമ്മുടെ മാഗ്നറ്റ് ആണെങ്കിൽ അത് നോർത്ത് പോള്, സൗത്ത് പോള്, അതിൽ തന്നെ നോർത്ത് പോളും സൗത്ത് പോളും എന്താണ് നമുക്കറിയാം, ഇത് ഡൈപോൾ പോലെയാണ് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് മാഗ്നറ്റിന് എന്ത് ഇല്ല, മോണോപോൾസ് ഇല്ല. എല്ലാ സമയത്തും നോർത്ത് പോളും അതുപോലെ സൗത്ത് പോളായിട്ടാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുക. നമ്മുടെ ചാർജസ് നിൽക്കുന്ന പോലെ മോണോപോളായിട്ട് ആർക്ക് നിൽക്കാൻ കഴിയില്ല? മാഗ്നറ്റുകൾക്ക് നിൽക്കാൻ കഴിയില്ല. ഓക്കെ. പിന്നെ നമ്മൾ ചാർജസിന്റെ പഠിച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മാഗ്നറ്റിന്റെ നോർത്തും മറ്റു മാഗ്നറ്റിന്റെ സൗത്തും നമ്മൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുപോലെ സെയിം പോളുകളാണെങ്കിൽ, അതായത് ഒന്നിന്റെ നോർത്തും രണ്ടാമത്തെ നോർത്തും ആണെങ്കിൽ അവ തമ്മിൽ റിപ്പല് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ദെൻ നമുക്കറിയാം, മാഗ്നറ്റുകൾ നമുക്ക് എന്ത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മാഗ്നറ്റുകളുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ കാണുന്നതൊക്കെ എന്ത് തന്നെയാണ്? നമ്മൾ റിയൽ ലൈഫ് ഉപയോഗിക്കുന്ന മിക്ക മാഗ്നറ്റുകളും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് നമുക്ക് അയണും അല്ലെങ്കിൽ അതിന്റെ അലോയ്സ് നിന്നൊക്കെ, അല്ലെങ്കിൽ നിക്കോ പോലത്തെ അലോയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മാഗ്നറ്റുകൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പൊ ഇനി നമ്മൾ അറിയാം, ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മാഗ്നറ്റ് ആകുമ്പോൾ അതിന്റെ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കൂ. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് ദെൻ അതെന്താ ചെയ്യുന്നത്? ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ്. ഈ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മേ ബി എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? കണ്ടിന്യൂസ് ലൈൻ ആണ്. അതുപോലെ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അല്ലാതെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ചാർജസ് ആണെങ്കിൽ ചാർജ് പോസിറ്റീവിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട് പോകും. അല്ലാതെ എന്ത് ചെയ്യില്ല, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് എന്തില്ല, അതിനൊരു പാത്തില്ല. പോസിറ്റീവിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റിലെ ഒരു ടാൻജന്റ് വരച്ചാൽ അതിന്റെ ഡയറക്ഷൻ കിട്ടും. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. നമുക്കറിയാം,
അതായത് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ആവട്ടെ മാഗ്നറ്റിക് ഫീൽഡ് ആവട്ടെ അതിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് അവിടെ അവിടുത്തെ ഫീൽഡ് കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ ഈ ഒരു ഏരിയയിൽ ഇവിടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. നോക്കാം, ഇവിടെ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുതലാണ്. അതേസമയം ഇപ്പൊ ഞാൻ വേറൊരു ഏരിയ എടുത്തു, അതിലൂടെ ആകെ വളരെ കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇവിടെ വളരെ കുറവാണ്. അതേസമയം ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താണ്, കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അതേസമയം ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറയും തോറും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കുറയും. ഇതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഫീൽഡ് ഉള്ളത് അവിടെ എന്തായിരിക്കും, അവിടെ മാക്സിമം ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഫീൽഡ് ലൈൻ പോകുന്നുണ്ട്, അതേപോലെ ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. ഓക്കെ, ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടില്ല. ഓക്കെ അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പഠിച്ചിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല, അതും ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ അല്ലേ? അത് റീസൺ എന്താ നമുക്ക് ആലോചിച്ചാൽ അറിയാം. അതായത് ഇന്റർസെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പോയിന്റിൽ ഇപ്പം ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ പോയിന്റിൽ നോക്കുമ്പോൾ ഒന്നിന് ഒരു ലൈൻ ഡയറക്ഷൻ ഇങ്ങോട്ടും മറ്റൊരു ഡയറക്ഷൻ ഇങ്ങോട്ടും വരുന്നത്. ഒരിക്കലും നമുക്ക് ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ, അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. ഒരു ഡയറക്ഷൻ മാത്രമേ പോസിബിൾ ഒരു പോയിന്റിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഡയറക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസാണ്. അതുപോലെ രണ്ടാമത് ഒരു സോളിനോയിഡിന്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ മൂന്നാമത്തത് ഒരു എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജിന്റെ ഡൈപോളിന്റെ കാര്യമാണ് മൂന്നാമത്തെ ചിത്രം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് നോർത്തിൽ നിന്ന് ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഔട്ട് സൈഡിൽ നടക്കുന്നത്. കണ്ടോ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇനി ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നത്? ഇൻസൈഡ് ആണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. എന്നാലല്ലേ ഇത് ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവിലോട്ടാണ് നമ്മുടെ ഡയറക്ഷൻ. അപ്പോ മൂന്നാമത്തെ ചിത്രം നോക്കാം. അവിടെ നടക്കുന്നത് എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്തത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗോസ് ലോ. ഗോസ് ലോ ഇലക്ട്രോമാഗ്നറ്റിക്സ് അതായത് ഗോസ് ലോ നമ്മൾ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ പഠിച്ചിരുന്നു.
അതേപോലെ നമുക്ക് ഇവിടെ എന്ത് മാഗ്നറ്റിസത്തിന്റെ കേസിലും നമുക്ക് എന്ത് ഗോസ് ലോ പഠിക്കാനുണ്ട്. ഈ കേസിൽ ഗോസ് ലോ പറയുന്നത് എന്താ? ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് സീറോ. അതായത് ഏത് ക്ലോസ്ഡ് സർഫസ് ആണ്, ഒരു ക്ലോസ്ഡ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് സീറോ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഇന്റഗ്രൽ ഫോം ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ പോലെ എഴുതിയതാണ്. ഇന്റഗ്രൽ ഓവർ എ സർഫസ് ബി ഡോട്ട് ഡി എ എന്തായിരിക്കും? അത് സീറോ ആണ്. ഓക്കെ, അപ്പോൾ ഗോസ് ലോ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്കിലെ ഗോസ് ലോ എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞത് എന്തായിരുന്നു? അവിടുത്തെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് അത് എന്തിന് ഈക്വൽ ആയിരുന്നു? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ആയിരുന്നു അല്ലേ? അപ്പൊ ഈ കേസിൽ എന്താണ്? മാഗ്നറ്റിസത്തിന്റെ കേസിൽ നമുക്ക് ഇവിടുത്തെ ഗോസ് ലോ പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ ബി ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ അതിന്റെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫോർ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ കണ്ടിന്യൂസ് ആൻഡ് ഫോം ക്ലോസ്ഡ് ലൂപ്പ് then the number of magnetic field lines leaving the surface is balanced by the number of line entering it. അതിന്റെ അർത്ഥം ഒന്നുമില്ല. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലേക്ക് എത്ര ഫീൽഡ് എൻ്റർ ചെയ്യുന്നോ അത്രയും ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എന്ത് അവിടെ നെറ്റ് ഫീൽഡ് സീറോ എന്ന് പറയാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പൊ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. അതാണ് നമ്മുടെ ഗോസ് ലോ പറയുന്നത്. അപ്പൊ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോമും കൂടെ ജസ്റ്റ് നോക്കാം. അത് പറയുന്ന എന്താ? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. അപ്പൊ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. ഗോസ് ലോന്റെ രണ്ട് ഇക്വേഷൻ, ഒന്ന് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ, മറ്റേത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സർഫസ് ബി ഡോട്ട് ഡി എ എന്തായിരുന്നു? ഈക്വൽ ടു സീറോ. ഇതെന്താണ് ഇത് മീൻ ചെയ്യുന്നത്? നമുക്കറിയാം ഇതെന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഫീൽഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എന്ത് തന്നെയാണ്? അത് സീറോ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതിലെ കുറച്ച് ടേംസുകളാണ്. അതായത് എന്താണ് മാഗ്നറ്റൈസേഷൻ, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അങ്ങനെ കുറച്ച് ടേംസ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ എന്താണ് മാഗ്നറ്റൈസേഷൻ? ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എം ആണ്. മാഗ്നറ്റൈസേഷൻ ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ. അതായത് മാഗ്നറ്റൈസേഷൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എം ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡഡ് ബൈ വോളിയം. അതായത് നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് അറിയുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ എം ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതേ ഡിവൈഡഡ് ബൈ ആ വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റൈസേഷൻ കിട്ടും. ഇതെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇറ്റ് ടെൽസ് ഹൗ സ്ട്രോങ്ലി എ മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മെറ്റീരിയൽ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എത്രമാത്രം അത് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം മാഗ്നറ്റിസം കാണിക്കുന്നു. ഓക്കെ, ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ when a magnetic field is applied to a material, its atomic dipole tend to align with the field. ആണല്ലോ നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയലിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ആ മെറ്റീരിയലിലെ ആറ്റോമിക് ഡൈപോൾസ് എന്ത് ചെയ്യുന്നു? ആ ഫീൽഡിനോട് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ദെൻ ദ ഡിഗ്രി ഓഫ് ദിസ് അലൈൻമെന്റ് ഡിറ്റർമിൻസ് ദ മാഗ്നറ്റൈസേഷൻ. അപ്പം ഇത് എത്രമാത്രം, അതായത് ഇപ്പൊ ഈ നമ്മുടെ ആറ്റോമിക് ഡൈപോൾസ് എത്രമാത്രം നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് അലൈൻ ചെയ്യുന്നു, അതിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് എവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? മാഗ്നറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എം ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇവിടെ നോക്കാം. അതായത് ഒരു പാരാമാഗ്നറ്റിക്കിന്റെ കേസ് ആവട്ടെ അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക്കിന്റെ കേസ് ആവട്ടെ, ആ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും? അതിന്റെയൊക്കെ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ദെൻ നമുക്കറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആകുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്താണ്? റിപ്പൾസീവ് ആണ്. സോ നമുക്ക് അവിടെ ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കാൻ പറ്റും? നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ദെൻ അടുത്തത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അതിന് ലെറ്റർ
ക്യാപിറ്റൽ എച്ച് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി? അതിനെ വേറെ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈഡ് ടു എ മെറ്റീരിയൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മെറ്റീരിയൽസ് റെസ്പോൺസ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ഒരു മെറ്റീരിയൽ എടുത്തു, എനിക്കിപ്പോ ഈ മെറ്റീരിയലിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇതിനൊരു മാഗ്നറ്റൈസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ആയിട്ട് ഫീൽഡ് കൊടുക്കണ്ടേ? അപ്പൊ എത്രമാത്രം ഫീൽഡ് ഞാൻ കൊടുക്കുന്നു, അതിന്റെ ആ മെഷർ ആണെന്ത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. അപ്പോ ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എനിക്ക് മാഗ്നറ്റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് എത്ര ഫീൽഡ് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന ഫീൽഡിനെ ഞാൻ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ അതാണെന്ത്? എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈഡ് ടു ദ മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? യൂണിറ്റ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാഗ്നറ്റൈസേഷൻ ആണെങ്കിലും അതുപോലെ മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണെങ്കിലും അതിന്റെ എസ് ഐ യൂണിറ്റ് വരുന്നത് എന്ത് തന്നെയാണ്? ആംബിയർ പെർ മീറ്റർ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ഒക്കെ ചോദിച്ചു. സോ നിങ്ങൾക്ക് എന്ത് മാഗ്നറ്റൈസേഷൻ ചോദിച്ചാലും മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, ആംബിയർ പെർ മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ എച്ച് അതുപോലെ എം പിന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും എന്താ പറയാ എക്സാമിന് ഡയറക്റ്റ് ചോദിച്ചതാണ്. സോ നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മെറ്റീരിയലിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത അപ്ലൈഡ് ഫീൽഡായ എച്ചിനെയും അതുപോലെ ആ മെറ്റീരിയൽ എത്രമാത്രം, ഇതിപ്പോ നമ്മൾ ഫീൽഡ് കൊടുത്താൽ ആ മെറ്റീരിയൽ മേ ബി എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ആ ഫീൽഡിനോട് നല്ല പോസിറ്റീവ് പ്രതികരിക്കും, ചിലത് എന്ത് ഡയമാഗ്നറ്റിക് ആണെങ്കിൽ അത് റിപ്പൾസീവ് ആയിട്ട് നിൽക്കുക. അപ്പൊ എന്താണെങ്കിലും ചെയ്തു. അപ്പൊ അതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ ഫീൽഡ് ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ബി ഈക്വൽ ടു μ0 ഇൻറ്റു എച്ച് പ്ലസ് എം. ഓക്കെ, ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബി ഈക്വൽ ടു μ0 ഇൻറ്റു എച്ച് പ്ലസ് എം. ഇവിടെ μ0 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? എന്താ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടേമാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പല് കൈ എന്നാണ്. കൈ. ഓക്കെ, കൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ടേമാണ്. അപ്പൊ എന്താണ് കൈ? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ ഈസിലി എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ കൈ പറയുന്നത് എന്ത് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ വെച്ചു, അത് ഇവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എച്ചിൽ വെച്ച് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ മെറ്റീരിയൽ എന്താ പറയാ എങ്ങനെ ഈ ഇതിനോട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അത് ഈസിലി മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ടോ അതോ ഈസിലി മാഗ്നറ്റൈസ്ഡ് ആവുന്നില്ലേ? അപ്പൊ ആ ഒരു കാര്യമാണ് എന്ത്? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ടെൽസ് ഹൗ സ്ട്രോങ്ലി എ മെറ്റീരിയൽ റെസ്പോണ്ട് ടു ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്ത് അതിന്റെ ഒരു റിലേഷൻ ഉണ്ട്, കൈ ഈക്വൽ ടു എം ബൈ എച്ച്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൈ എങ്ങനെ എഴുതാൻ പറ്റും? സസെപ്റ്റബിലിറ്റി കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് എന്നുണ്ട് ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് നോക്കാം. അതായത് കൈയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ആ മെറ്റീരിയലിനെ എന്തായിട്ട് പറയാൻ പറ്റും? അത് പാരാമാഗ്നറ്റിക്കോ അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് ആണോ പറയാൻ പറ്റും. അപ്പൊ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്ത്? കൈയുടെ വാല്യൂ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, എന്തായാലും അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ. ഇനി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കൈയുടെ വാല്യൂ വളരെ വലിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, കൈയുടെ വാല്യൂ വളരെ വലിയ വാല്യൂ ആയിരിക്കും, പോസിറ്റീവ് തന്നെയാണ്. ഇനി അതേസമയം കൈ നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ കൈ ലെസ് ദാൻ 0 ആണെങ്കിൽ ദ മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, കൈ നെഗറ്റീവ് മീൻസ് അവിടെ ആ മെറ്റീരിയൽ നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം പാരാമാഗ്നറ്റിക് ആണെങ്കിലും ഫെറോമാഗ്നറ്റിക് ആണെങ്കിലും ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ദ
മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡിനോട് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും. അതുകൊണ്ടാണ് എന്ത്, അതുപോലെ നമുക്ക് നോക്കാം, ഫെറോമാഗ്നറ്റിക് ആകുമ്പോൾ കൈ വളരെ വലിയ വാല്യൂ ആണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഈസിലി നല്ല സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എന്ത്, അത്ര ചെറിയൊരു വാല്യൂ, പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അത് വളരെ വീക്ക് ആയിട്ടുള്ള എന്നാൽ അട്രാക്ഷൻ ആണ് വീക്ക് ആയിട്ടുള്ള അട്രാക്ഷൻ വരുന്നത്. ഓക്കെ. ഇനി സപ്പോസ് ചില മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ നമ്മൾ അവിടെ എന്താ പറയാ, അത് അട്രാക്ഷനും ഇല്ല റിപ്പൾഷനും ഇല്ല, പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ, അതിന്റെ കൈ 0 ആണ്. ഓക്കെ. കൈ 0 പറഞ്ഞാൽ ആ മെറ്റീരിയൽ എന്താണ്, നോൺ മാഗ്നറ്റിക് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കൈയുടെ 3 കേസ് ഓർത്ത് വെക്കുക. കൈ ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൈ ഈക്വൽ ആകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്താണ്, ആ മെറ്റീരിയൽ നോൺ മാഗ്നറ്റിക് ആണെന്ന് പറയാം. ഇനി കൈ നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്, ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ആണ്, മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പാരാമാഗ്നറ്റിക് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി അതിന്റെ ചെറിയൊരു ഡെറിവേഷൻ പോലെ, നിങ്ങൾ ഡെറിവേഷൻ നോക്കുന്നു വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആയിരുന്നു എന്ത്, ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി മ്യൂ ഇൻറ്റു എച്ച് പ്ലസ് എം ആണ്. ഓക്കെ. ഇനി അതിൽ പിന്നെ നമ്മൾ എന്ത്, രണ്ടാമത് വേറെ ഇക്വേഷൻ പഠിച്ചിരുന്നു, സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറഞ്ഞാൽ കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അതിൽ നിന്ന് എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, എം ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത്, കൈ എച്ച് എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാം, എമ്മിലേക്ക് ഞാൻ എന്റെ കൈ എച്ച് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കോമൺ ആക്കി എടുക്കുമ്പോൾ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് അറിയുന്ന വേറൊരു കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാം മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിക്കുന്നതാണ്. മ്യൂ ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാൻ പറ്റും, മ്യൂ എന്ന് പറഞ്ഞാൽ ബി ബൈ എച്ച് ആണ്. ബി ബൈ എച്ചിനെയാണ് നമ്മൾ എന്ത്, മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. മ്യൂ ഈക്വൽ ടു, അല്ലെങ്കിൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈ ഇക്വേഷനെ ഈ എച്ചിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബി ബൈ എച്ച് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ എന്ന് വരും. അതായത് അതിന് എനിക്ക് മ്യൂ എന്ന് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, മ്യൂ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം എന്താണ് മ്യൂനെ എങ്ങനെ എഴുതാൻ പറ്റും, മ്യൂ ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ അല്ലേ, റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ അല്ലേ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിട്ട് എഴുതാൻ പറ്റും, അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് അറേഞ്ച് ചെയ്താണെന്ത്, മ്യൂ ബൈ മ്യൂ 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കൈ. മ്യൂ ബൈ മ്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, പറയൂ, മ്യൂ ബൈ മ്യൂ 0. യെസ്, നമുക്കറിയാം മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ 0 മ്യൂ ആർ ആണ്. അങ്ങനെയെങ്കിൽ ഈ മ്യൂ 0നെ എങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും, മ്യൂ ബൈ മ്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്ത് സംഭവം, ഇത് റിലേറ്റീവ് പെർമിയബിലിറ്റി അല്ലേ, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പൊ ഈ 1 പ്ലസ് കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പ്ലസ് കൈ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ഓക്കെ. ഒരു മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിന്റെ കൈ കണ്ടുപിടിച്ചിട്ട് അതിനോട് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നമുക്കറിയാം നേരത്തെ പഠിച്ചത് ബി എന്ന് പറഞ്ഞാൽ മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം ആണ്. പിന്നെ നമ്മൾ എന്ത്, കൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൈ എന്ന് പറഞ്ഞാൽ എം ബൈ എച്ച് എന്ന് പഠിച്ചിരുന്നു. അതിൽ നിന്ന് എന്ത്, നമ്മൾ എമ്മിന്റെ വാല്യൂ എച്ച് ഇൻറ്റു കൈ അല്ലെങ്കിൽ കൈ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇക്വേഷനിലേക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടിയ വാല്യൂ ആണ്, നമുക്ക് കിട്ടിയത് എന്താ, ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ എച്ച് എന്ന് കിട്ടി. പിന്നെ നമുക്ക് അറിയുന്നതാണെന്ത്, പെർമിയബിലിറ്റി മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ബൈ എച്ചിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ബി ബൈ എച്ച്. അങ്ങനെയെങ്കിൽ ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്, മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ. ഓക്കെ. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ, മ്യൂ ആർ ആണെന്ത് 1 പ്ലസ് കൈ. ഓക്കെ. അപ്പൊ നമുക്കിത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. എന്തായാലും റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കൈ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ
മൂന്ന് ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, അതുപോലെ ഫെറോമാഗ്നറ്റിസം. ഇതിന്റെ ബേസിക കാര്യങ്ങൾ ജസ്റ്റ് എന്ത് നമുക്ക് നോക്കാം. എക്സാമിന് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം ഡയാമാഗ്നറ്റിസം എന്താണ്. ഡയാമാഗ്നറ്റിസം എന്താ ചെയ്യുന്നത്, അതായത് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ഹാവ് ടെൻഡൻസി ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു ദ വീക്കർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളിപ്പോ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഇത് നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, ഇതൊക്കെ ഞാൻ എന്ത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താ സംഭവം, ഇത് ഇതേപോലെ നിൽക്കുമോ? ഇല്ല. അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ഫീൽഡിനോട് എന്ത് ചെയ്യും, ഓപ്പോസ് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ റിപ്പൾസീവ് മോഡിലാവും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി നോക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയുക മാഗ്നറ്റിലേക്ക് ഇപ്പൊ അയണൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അട്രാക്ട് ചെയ്യുന്ന പോലെ കാണാൻ പറ്റുക. പക്ഷെ അതേസമയം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അതെന്താണ്, അത് റിപ്പൾസീവ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, അതായത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇപ്പൊ ഇതൊരു ഇപ്പൊ ഈ ഇന്ത്യ നടത്തി കൊടുത്തതാണ് നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇവിടെ നോക്കാം, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ എന്ത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ആണ് എന്ത് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ഉള്ളിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടോ? പാസ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉള്ളിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. ബാക്കി മെജോറിറ്റി എന്താ ചെയ്യുന്നത്, ബാക്കി മെജോറിറ്റിയും ഇത് റിപ്പല്ലാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഉള്ളിലൂടെ വളരെ കുറച്ച് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും പോകുന്നില്ല എന്നുള്ളതല്ല. അതായത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ പോകുന്നുണ്ട് ചെയ്യുന്നത്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് റിപ്പല് ചെയ്യുന്നത്. ഓക്കെ, ഇനി പൂർണ്ണമായിട്ടും ഇതിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ ഈ ചിത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ഡയാമാഗ്നറ്റിസം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഫീൽഡ് ലൈൻസ് ആർ റിപ്പൽഡ് ഓർ എക്സ്പെൽഡ് ആൻഡ് ദ ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, അതായത് അതിന്റെ ഉള്ളിൽ ഫീൽഡ് എന്താണ് ഉണ്ടാവില്ല എന്നുള്ളത്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഇനി നമ്മൾ എന്ത് ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ, ഇപ്പോ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്റെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ളതെങ്കിൽ അതെന്താ സംഭവിക്കുക, അതായത് അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവിടെ എന്താ പറയാ നല്ല ഈ ഏരിയയിൽ ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ ഇത് ചെയ്യുക, ഇത് സ്ട്രോങ് ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യും, അത് റിപ്പൽ ചെയ്തിട്ട് ലോ ഫീൽഡുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യുക. ഓക്കെ, അതായത് വെൻ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ ടെൻഡ് ടു മൂവ് ഫ്രം ഹൈ ടു ലോ ഫീൽഡ്. ഓക്കെ അല്ലേ? അതായത് ഇവിടെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ, അതായത് ഫീൽഡ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിന്റെ റിപ്പൾഷനും കൂടാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ സമയത്തും അതിനോട് എന്ത് ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ ഒരു നോൺ യൂണിഫോം ഫീൽഡ് പറഞ്ഞാല് ആ ഫീൽഡ് ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിൽ എന്ത് ഇപ്പൊ 5 ടെസ്ലയാണ് ഇവിടുത്തെ ഫീൽഡ്, ഇവിടെ ഈ ഭാഗത്ത് ഒരു എന്താ പറയാ ഒരു ടെസ്ല ഉള്ളൂ എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതൽ റിപ്ലക്ഷൻ നടക്കുക എവിടെയാണ്, ഈ ഭാഗത്താണ് എന്ത് കൂടുതൽ റിപ്ലക്ഷൻ നടക്കുക. ഓക്കെ അല്ലേ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്, ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. എക്സാമിന് അല്ലെങ്കിൽ PSCക്ക് എന്ത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ബിസ്മത്ത്, അതുപോലെ കോപ്പർ, ദെൻ ലെഡ്, സിലിക്കൺ, പിന്നെ നൈട്രജൻ അറ്റ് STP, ദെൻ നമ്മുടെ H2O, പിന്നെ NaCl. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ്, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, നൈട്രജൻ അറ്റ് STP, ദെൻ വാട്ടർ, ദെൻ സോഡിയം ക്ലോറൈഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആണെന്ത് നമ്മുടെ ഡയാമാഗ്നറ്റിക്കിന് അല്ലെങ്കിൽ എന്താ ഇതിപ്പോ NCERT കൊടുത്ത എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഇതെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്ത് എന്തായാലും പഠിച്ചു വെക്കണം. ഇനി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ സസെപ്റ്റബിലിറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ കൈയുടെ വാല്യൂ എങ്ങനെ വരുന്നത്, -1 to 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കൈയുടെ വാല്യൂ വരുന്നതാണ് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പം ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മാക്സിമം വാല്യൂ എത്രയാണ്, -1 ആണ് ഏറ്റവും മാക്സിമം വാല്യൂ ഇത്, അല്ലെങ്കിൽ കൈയുടെ വാല്യൂ വരുന്നത് നെഗറ്റീവ്. ഓക്കെ, അപ്പം നോക്കാം, നമ്മുടെ ഡയാമാഗ്നറ്റിക്കിന്റെ റേഞ്ച് വരുന്നത് എന്ത്, -1 to 0. ഓക്കെ അല്ലേ?
ഇനി ഈ -1 കംപ്ലീറ്റ് കാണിക്കുന്നത് ആരാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് എങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? അത് കംപ്ലീറ്റ്ലി എന്താണ് ഡയാമാറ്റിക് ബിഹേവിയർ കാണിക്കുന്ന മെറ്റീരിയൽ ആണ്. അതായത് അതിന്റെ ഉള്ളിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനെയും അത് കടത്തി വിടൂല. അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ കൈ എന്ത് വരും? കൈ നമുക്ക് -1 ആണ് ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ വരിക. ഇനി ഇവിടെ നോക്കാം ഡയാമാഗ്നറ്റിക്കിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ലെസ് ദാൻ 1 നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുപോലെ അതിന്റെ മ്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതും ലെസ് ദാൻ μ0 തന്നെയാണ് വരുന്നത്. ഇത് പറയാൻ കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന നമ്മുടെ പാരമാഗ്നറ്റിക് ആയാലും അതുപോലെ ഡയാമാഗ്നറ്റിക് ആണെങ്കിലും നമുക്ക് ഈ റിലേഷൻ അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അവിടെ വരുന്നത് ഇപ്പൊ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എനിക്കിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഇവിടെ നോക്കാം, ഡയാമാഗ്നറ്റിക്കില് μr എന്താണ്? ലെസ് ദാൻ 1 ആണ് വന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാരാമാഗ്നറ്റിക്കിലാണെങ്കിൽ എന്ത് വരും? μr ഗ്രേറ്റർ ദാൻ 1 വരും. അതേപോലെ നമുക്ക് ഇവിടെ കൈ എന്താണ്? കൈ നെഗറ്റീവ് ആണ് ഡയാമാഗ്നറ്റില്. അതുപോലെ പാരാമാഗ്നറ്റിലും അതുപോലെ ഫെറോമാഗ്നറ്റിലൊക്കെ എന്താണ് വരുന്നത്? കൈ പാരയാവുമ്പോൾ കൈ പോസിറ്റീവ് അതുപോലെ സ്മോൾ വാല്യൂ ആണ്. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ കൈ എന്ത് വരും? കൈ പോസിറ്റീവ് ആണ്, അതുപോലെ ലാർജ് വാല്യൂ ആണ് കൈയിന് വരിക. അതുപോലെ ഫെറോമാഗ്നറ്റിക്കിന്റെ μr എന്തായിരിക്കും വരിക? μr വളരെ വലിയ അല്ലെങ്കിൽ എന്ത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ത് μr വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ എന്ത് ഡയാമാഗ്നറ്റിക് പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പാരാമാഗ്നറ്റിക്കിലും ഫെറോമാഗ്നറ്റിക്കിലും വരുന്നത്. ഇനി പാരയും ഫെറോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പാരയിൽ എല്ലാ സമയത്തും എന്ത് ചെറിയ വാല്യൂസ് ഒക്കെയാണ് വരുന്നത്. ഫെറോയിലാണെങ്കിൽ എന്ത് വലിയ വാല്യൂസ് ആണ് വരിക. അപ്പൊ അത് മാറിപ്പോവില്ല. ഇനി സൂപ്പർ കണ്ടക്ടേഴ്സ് നമുക്കറിയാം. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് അതിന്റെ മെയിൻ ഫീച്ചർ പറഞ്ഞാൽ എന്താ? അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ ആണ്. അതേപോലെ ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്. അല്ലേ? സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. ദ മോസ്റ്റ് എക്സോട്ടിക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് എന്ത്? സൂപ്പർ കണ്ടക്ടേഴ്സ്. ദീസ് ആർ മെറ്റൽസ് കൂൾ ടു വെരി ലോ ടെമ്പറേച്ചർ വിച്ച് എക്സിബിറ്റ് ബോത്ത് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യാം. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയും കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെന്ത്? സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിനെ വളരെ താഴ്ന്ന ഊഷ്മാവിലേക്ക് എത്തിച്ചിട്ടാണല്ലോ, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും എന്താ? സൂപ്പർ കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താ? പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. അതുപോലെ അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ ആണെന്ത്? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇനി ഇവിടെ നോക്കാം അതിന്റെ വാല്യൂ വരുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സൂപ്പർ കണ്ടക്ടർ ആണ് എങ്കിൽ അതിന്റെ സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ വരുന്നത് കൈ ഈക്വൽ ടു -1 അതുപോലെ അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വരുന്നത് μr 0 മാറിപ്പോരുത്. അപ്പൊ ഇവിടെ കൈ -1 വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനോ, അതായത് ഇതാണ് എന്റെ സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ എങ്കിൽ ഇതിന്റെ ഉള്ളിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എന്ത് ചെയ്യുന്നില്ല? പാസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? കംപ്ലീറ്റ്ലി എക്സ്പെല് ചെയ്യാണ് ചെയ്യുക. നേരത്തെ പറഞ്ഞ നോർമൽ അപ്പൊ ബിസ്മത്ത് അല്ലെങ്കിൽ കോപ്പർ ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് അതിലൂടെ ഉള്ളിലൂടെ പാസ് ചെയ്തിരുന്നു. പക്ഷെ സൂപ്പർ കണ്ടക്ടർ ആണ് എങ്കിൽ അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും പാസ് ചെയ്യില്ല. അതായത് ഇപ്പൊ എന്റെ സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരക്കാൻ പറ്റും. ഓക്കെ, ഉള്ളിലൂടെ എന്തായാലും പോവില്ല. അപ്പൊ ഈ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ പറയുന്നതാണെന്ത്? മെയ്സ്നർ എഫക്റ്റ് എന്ന് നമ്മൾ മുമ്പ് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത വേറെ മൊഡ്യൂൾ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഡയാമാഗ്നറ്റിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അത് എന്തായാലും ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇതിന്റെ കൈ കണ്ടക്ടേഴ്സിന്റെ കൈയുടെ വാല്യൂ
ഡയാമാഗ്നറ്റിസം ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സ്പെൽ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ എന്ത് ആ ഒരു എഫക്റ്റിനെയാണ് മെയ്സണർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാരാമാഗ്നറ്റിസം. അപ്പൊ എന്താണ് പാരാമാഗ്നറ്റിസം എന്ന് ഇതുവരെ നേരത്തെ മുതലേ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലായി എന്താ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എങ്കിൽ അത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൂടെ അത് ഈസിലി മാഗ്നറ്റൈസ് ആവുമല്ലോ. ഓക്കെ, അപ്പൊ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലൂടെ ഫീൽഡ് ലൈൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്, വളരെ സുഖകരമായിട്ട് പാസ് ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നത്, അട്രാക്ഷൻ ആണ് സംഭവിക്കുക. അതായത് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസിലി അട്രാക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ നോക്കാം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ഗെറ്റ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതിവിടെ വീക്ക്ലി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫെറോമാഗ്നറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ് വീക്ക്ലി ആണ് മാഗ്നറ്റൈസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് പറയാം ഇവിടെ എന്തിനാണ് സംഭവിക്കുന്നത്, അട്രാക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, അത് മാഗ്നറ്റൈസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ദെൻ നമുക്ക് നോക്കാം, ഇതിന്റെ ഫീൽഡ് ലൈൻസിന്റെ കാര്യം പറഞ്ഞു. When a paramagnetic material is placed in an external field, the field line inside is enhanced. സ്വാഭാവികമായിട്ടും അതിലൂടെ എക്സ്റ്റേണൽ ഫീൽഡ് എന്ത് ചെയ്യും, ഈസിലി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then when placed in a non-uniform magnetic field, it will tend to move from weak field to strong field. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 5 ടെസ്ലയും ഇവിടെ 2 ടെസ്ലയും ആണെങ്കിൽ ഇതെന്താ ചെയ്യുക, നമ്മുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യുക എങ്ങോട്ടാന്ന് ചോദിച്ചാൽ സ്ട്രോങ് ഫീൽഡിനോട് എന്ത് ചെയ്യും, കൂടുതൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഏതൊക്കെ മെറ്റീരിയലാണ് ഈ പാരാമാഗ്നറ്റിസം കാണിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. അലുമിനിയം, സോഡിയം, കാൽഷ്യം, ഓക്സിജൻ അറ്റ് STP, ദെൻ കോപ്പർ ക്ലോറൈഡ്. മാറിപ്പോരുത്, ഡയാമാഗ്നറ്റിസത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞ അലുമിനിയം, അതുപോലെ സോഡിയം, ദെൻ കാൽഷ്യം, ദെൻ ഓക്സിജൻ അറ്റ് STP, ദെൻ കോപ്പർ ക്ലോറൈഡ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഫെറോമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ഗെറ്റ്സ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മാഗ്നറ്റൈസ്ഡ് ആവും. ഓക്കെ, നേരത്തെ പറഞ്ഞ പാരയാണെങ്കിൽ വളരെ പതുക്കെ വീക്ക്ലി ആയിരുന്നു മാഗ്നറ്റൈസ് ആയിരുന്നെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിസം കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇനിയിപ്പോ ഞാൻ ഇവിടെ സ്ട്രോങ് ഫീൽഡ് ആണ് കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് എന്ത് സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ മൂവ്മെന്റ് കാണിക്കും. അതേസമയം പിന്നെ വേറൊരു കാര്യമുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവിയർ കാണിക്കുന്നു, നമുക്കറിയാം ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഇൻസൈഡ് നോക്കാം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫസ്റ്റ് പിക്ചർ നോക്കാം, ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താ, അതായത് അതില് എങ്ങനെ മാഗ്നറ്റിക് ഡൈപോൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഡൊമൈനുകളായിട്ടാണ് എന്ത് നമ്മുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നോക്കാം, ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടോ, ഇവിടെ പൊതുവെ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുകയാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്ത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയലിൽ 0 ആണെന്ന് പറയാൻ പറ്റും ബൾക്കായി എടുക്കുമ്പോൾ. പക്ഷെ നമ്മളെന്താ ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ ഡൊമൈൻ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ എന്താണ്, ഓരോ ഡൊമൈനിലും ഒരു ചെറിയ മാഗ്നറ്റൈസേഷൻ ഉണ്ട്, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് പക്ഷെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ഇതിന്റെ നെറ്റ് ഡൈപോൾ 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ സമയത്ത് ഇങ്ങനെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്ത സമയത്ത് എന്ത് സംഭവിക്കുക, ഈ ഓരോ ഡൊമൈനിലെയും ഓരോന്നും എങ്ങനെ അറേഞ്ച് ചെയ്യും, ഇതെല്ലാം ഒരേ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങനെ കൊടുത്തത് ആ ഡയറക്ഷനിലേക്ക് ഓരോന്നും അലൈൻ ചെയ്യും. അതായത് നമുക്ക് പറയാൻ പറ്റും അവിടെ
ഈസിലി അല്ലെങ്കിൽ എന്ത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്തു. നമ്മുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സ്ട്രോങ് ആയിട്ട് എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് മാഗ്നറ്റൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ദ ഇൻഡിവിജ്വൽ ആറ്റംസ് ഇൻ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പോസസ് എ ഡൈപോൾ മൊമെന്റ് ആസ് ഇൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മളെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അതിലെന്തുണ്ട്, ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ പാരയിനെ സംബന്ധിച്ചാണെങ്കിൽ എന്ത് സംഭവം, പാരയില് ഇപ്പൊ ഇതിപ്പോ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇതിലെ ഡൈപോൾ മൊമെന്റ് ഒക്കെ എങ്ങനെയാണ്, ഇത് റാൻഡം ആയിട്ട് അല്ലെങ്കിൽ എന്ത് പലതും പല ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് എന്ത് ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്തില്ല, അല്ലെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈ ഒരു പാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 0 തന്നെയാണ്. ഓക്കെ, അതേ സമയം ഞാൻ ഇവിടെ ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡൊമൈൻ ആയിട്ടാണ് എന്ത് ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ഓരോ ചെറിയ ഡൊമൈനിലും എന്താണ് ഇതിന് ചെറിയ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഒരുപാട് പല പല ഡൊമൈൻ ഉള്ളത് കൊണ്ട് ഇതിന്റെ നെറ്റ് എഫക്ട് എന്താണ് വരുന്നത്, ബൾക്കായിട്ട് നോക്കുകയാണെങ്കിൽ എന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈച്ച് ഡൊമൈൻ ഹാസ് എ നെറ്റ് മാഗ്നറ്റൈസേഷൻ. ദ മാഗ്നറ്റൈസേഷൻ വേരീസ് റാൻഡംലി ഫ്രം ഡൊമൈൻ ടു ഡൊമൈൻ. ഓക്കെ, അതായത് ഇപ്പൊ നോക്കാം, ഇപ്പൊ ഇതാണ് എന്റെ മെറ്റീരിയൽ എങ്കിൽ ഫെറോമാഗ്നറ്റിക് എങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്ത് ഓരോ ഡൊമൈൻ ആയിട്ടാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഡൈപോൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ ഡൊമൈനിലും ഡൈപോൾസ് ഉള്ളത് എന്ത് തന്നെയാണ്, ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ അതിന് നെറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്ത് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. പക്ഷെ ബൾക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ബൾക്കായിട്ട് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റൈസേഷൻ എന്താണ് ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിൽ 0 ആണ്. പക്ഷെ ഇനി നോക്കാം, ഇപ്പൊ ഇത് എന്ത് ഞാൻ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക, ഇപ്പൊ ഈ കണ്ട ഈ ഓരോ ഡൊമൈനിലെ ആളുകൾ എന്ത് ചെയ്യും, എല്ലാതും ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു ഉള്ളതെങ്കിൽ അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് ഈസിലി അലൈൻ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കാം, അതുകൊണ്ടാണ് എന്ത് ഫെറോമാഗ്നറ്റിക് സ്ട്രോങ് മാഗ്നറ്റിസം കാണിക്കുന്നത്. ഇനി നിങ്ങൾ പാരാമാഗ്നറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ പാരയിൽ ഇങ്ങനെ ഡൊമൈൻസ് ഒന്നും ഇല്ല, ഇങ്ങനെ പലതും അതിന്റെ ഡൈപോൾസ് എന്ത് പല പല ഡയറക്ഷനിലേക്കാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലും പാരാമാഗ്നറ്റിക് എന്ത് വളരെ പതുക്കെ മാത്രമേ ആള് ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് എന്ത് അലൈൻ ചെയ്ത് വരുള്ളൂ. ഓക്കെ, അതാണ് ആ വ്യത്യാസം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എന്തുകൊണ്ട് ഫെറോമാഗ്നറ്റിസത്തിൽ ഇത്രയും അല്ലെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിസം കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ എന്ത് ഡൊമൈനിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം ഫെറോമാഗ്നറ്റിക്സ് തന്നെ അല്ലെങ്കിൽ എന്ത് രണ്ട് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഹാർഡും ഉണ്ട്, രണ്ട് സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ എന്താണ് ഹാർഡ് ഫെറോമാഗ്നറ്റ്സ് എന്ന് ചോദിച്ചാൽ അതെന്താ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, അങ്ങനെ ഇത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, ഇതിലേക്ക് ഞാൻ എന്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി എന്ത് ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്താലും ഈ മെറ്റീരിയലിന്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യും, അത് അവിടെ കുറച്ച് നേരത്തേക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഹാർഡ് മാഗ്നറ്റ് ആണെങ്കിൽ ഈ മാഗ്നറ്റിസം എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്താ വിളിക്കുക, ഹാർഡ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് when the external field is removed in some ferromagnetic materials മാഗ്നറ്റൈസേഷൻ പെർസിസ്റ്റ്. ഓക്കെ, അതായത് അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് ഹാർഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അൽനിക്കോ. അൽനിക്കോ എന്താ നമുക്കറിയാലോ, അതൊരു അലോയ് ആണ്. ഏതിന്റെ അലോയ് ആണ്, അലോയ് ഓഫ് അയൺ, അലുമിനിയം, നിക്കൽ, കോബാൾട്ട് ആൻഡ് കോപ്പർ. അപ്പൊ ഇതാണ് എന്ത് അൽനിക്കോ, ആ വാക്കിൽ തന്നെ ഉണ്ട്. ഓക്കെ, അൽനിക്കോ പറയുമ്പോൾ തന്നെ എല്ലാം പറയുമ്പോൾ എന്താ അലുമിനിയം ഉണ്ട്, ദെൻ നിക്കല്, പിന്നെ കോബാൾട്ട്, കോപ്പർ, അയൺ. അപ്പൊ ഇത്രയും ആളുകളാണ് എന്ത് അൽനിക്കോയിൽ ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ അൽനിക്കോ എന്താന്ന് പറഞ്ഞു, അൽനിക്കോ എന്താണ്
നാച്ചുറലി കാണപ്പെടുന്ന അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ഹാർഡ് മാറ്റിനെ കുറിച്ചാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഒന്ന് അൽനിക്കോ, പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ. ഓക്കെ, ലോഡ് സ്റ്റോൺ എന്നുള്ളത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ദെൻ ഇനി നമ്മള് എന്ത് ഇപ്പൊ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ മാഗ്നറ്റിസം കാണിച്ചു, അല്ലെങ്കിൽ എന്ത് സ്ട്രോങ് ആയിട്ട് ഫെറോമാഗ്നറ്റിസം കാണിച്ചു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസപ്പിയർ ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്താ, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിസം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇൻ വിച്ച് ദ മാഗ്നറ്റൈസേഷൻ ഡിസപ്പിയേഴ്സ് ഓൺ റിമൂവൽ ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷനും ഡിസപ്പിയർ ആവുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയാണ്? അയണ്, കോബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം. ഓക്കെ, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? നമ്മുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ഒന്നുകൂടി നോക്കാം. അയൺ, കോബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. അതേപോലെ അൽനിക്കോ എന്താണെന്നുള്ളത്, അൽനിക്കോ എന്താണ്? അലോയ് ഓഫ് അയൺ, അലുമിനിയം, നിക്കൽ, കോബാൾട്ട് ആൻഡ് കോപ്പർ. പിന്നെ നാച്ചുറലി കാണപ്പെടുന്ന ഒരു ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ലോഡ് സ്റ്റോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് ഈ പാരാമാഗ്നറ്റിസത്തില് നമ്മൾ എന്താ പറയാ, വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ക്യൂറീസ് ലോ. ഓക്കെ, അതായത് നമുക്കറിയാം പാരാമാഗ്നറ്റിസം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ പാരാമാഗ്നറ്റിസം എന്ത് ചെയ്യും? അത് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ക്യൂറീസ് ലോ പറയുന്നത് എന്താ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ the magnetization is directly proportional to the applied magnetic field and inversely proportional to the absolute temperature. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച്, അല്ലെങ്കിൽ എച്ച് കൂടുന്നതനുസരിച്ച് ആരും കൂടും. അതായത് മാഗ്നറ്റൈസേഷൻ എം എന്തിന് പ്രൊപ്പോർഷനിലാണ്? എച്ചിന് പ്രൊപ്പോർഷനിലാണ്. മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ഇവിടെ മാഗ്നറ്റൈസേഷൻ കൂടും പാരാമാഗ്നറ്റിക്കലി. അതേപോലെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റൈസേഷൻ കുറയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നോക്കുക, എം ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഈ പ്രൊപ്പോർഷണലി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊടുക്കുമല്ലോ. അപ്പൊ ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പൊ ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? നമ്മുടെ ക്യൂറീസ് കോൺസ്റ്റന്റ്. അതായത് എം ഈക്വൽ ടു സി ഇൻറ്റു എച്ച് ബൈ ടി. ഓക്കെ, അപ്പൊ എം ഈക്വൽ ടു സി ഇൻറ്റു എച്ച് ബൈ ടി. ഓക്കെ, ഇവിടെ സി എന്താണ്? സി ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ത്? അതാണ് ക്യൂറീസ് കോൺസ്റ്റന്റ്. പിന്നെ എച്ച് എന്നുള്ളത് എന്താ? നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. ടി എന്നുള്ളത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ കൈയിന്റെ ടേംസിലും നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇതിനെ കൈയിന്റെ ടേംസിൽ എഴുതാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച് ആണല്ലോ. കൈകളുടെ എം ബൈ എച്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ? ഇതിൽ നിന്ന് എം ഈക്വൽ ടു എന്ത് കിട്ടും? എം ഈക്വൽ ടു എച്ച് എന്ന് എഴുതാൻ പറ്റും. എം ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കൈ ഇൻറ്റു എച്ച് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ക്യൂറി ഈ സി ബൈ ടി അല്ലേ ആര്? കൈ. അപ്പൊ കൈ ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റും? കൈ ഈക്വൽ ടു സി ബൈ ടി. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കൈ ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ക്യൂറീസ് ലോ പ്രകാരം മാഗ്നറ്റൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ത്, നമ്മുടെ സസെപ്റ്റബിലിറ്റിന്റെ ടേംസ് പറയുകയാണെങ്കിൽ കൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ ആണ്, നിങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇതാണ് ക്യൂറീസ് ലോ. ഇനി അടുത്തത് നമുക്ക് എന്താ വെച്ചാൽ ക്യൂറീസ് ലോ പാരാമാറ്റിക്സിന്റെ മാസിൽ പാരാമാറ്റിക് മെറ്റീരിയൽസിന് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോ ഫെറോമാറ്റിക്സിനും കൂടി എന്ത് ചെയ്യണം, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ക്യൂറി വെയ്സ് ലോ. ഓക്കെ, അപ്പൊ അടുത്തതാണ് ക്യൂറി വെയ്സ് ലോ. എന്താണ് ക്യൂറി വെയ്സ് ലോ പറയുന്നത് വെച്ചാല്, സംഭവം നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ എന്താ വരുന്നത് വെച്ചാല് ഒരു എക്സ്ട്രാ ടേം കൂടി വരുന്നുണ്ട്. അപ്പൊ നോക്കാം. ദ ക്യൂറി വെയ്സ് ലോ ഈസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇൻ മാഗ്നറ്റിസം ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇൻ ദ പാരാമാഗ്നറ്റിക് റീജിയൻ വിച്ച് ഈസ് എബോവ് ദ മെറ്റീരിയൽ ക്യൂറി ടെമ്പറേച്ചർ. അതായത് നമുക്കറിയാം, ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലില് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൂട്ടി പോവുകയാണ്. ടെമ്പറേച്ചർ കൂട്ടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ഇതിന്റെ ഫെറോമാഗ്നറ്റിസം കംപ്ലീറ്റ് പോയിട്ട് എന്തായിട്ട് മാറും, ഈ ഫെറോമാഗ്നറ്റിക് മാറും. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. സസെപ്റ്റിബിലിറ്റി കൈ ഈക്വൽ ടു സി ബൈ ടി മൈനസ് ടി സി. ഇനി ക്യൂറീസ് ലോ മാത്രമാണെന്നുണ്ടെങ്കിൽ അതെന്ത് പാരാമാറ്റിക്സിലാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? അതിന്റെ ഇക്വേഷൻ കൈ ഈക്വൽ ടു സി ബൈ ടി ആണ്. അപ്പൊ ഇതിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് ക്യൂറി വൈസ് ലോ വരുന്നത്. അപ്പൊ ഇത് എന്ത് ഫെറോമാറ്റിക് മെറ്റീരിയൽസിൽ കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഇത് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ റിലേഷൻ ഇതിൽ എന്ത് ടി സി എന്ന് പറഞ്ഞാൽ ക്യൂറി ടെമ്പറേച്ചർ ആണ്. ക്യൂറി ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ക്യൂറി പോയിന്റിൽ എന്താ സംഭവിക്കുക, ഫെറോമാറ്റിക് മെറ്റീരിയലിന്റെ ഫെറോമാറ്റിസം കംപ്ലീറ്റ് ലോസ് ആവും. അത് പാരാമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് ഒന്ന് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റിട്ടന്റിവിറ്റി അതുപോലെ കോയേഴ്സിവിറ്റി. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ഫെറോമാറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിലേക്ക് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, അതും സ്വാഭാവികമായിട്ട് അത് മാഗ്നറ്റൈസ്ഡ് ആവും. ഓക്കെ, മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റൈസ്ഡ് ആയി മാറും. സ്വാഭാവികമായിട്ട് ഞാൻ എച്ച് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യില്ല, സീറോയിലേക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, എച്ച് സീറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് സീറോ ആകുന്ന സമയത്തും
അതിൽ ആ മെറ്റീരിയലില് മാഗ്നറ്റിസം കാണിക്കുക അല്ലെങ്കിൽ എന്ത് മാഗ്നറ്റൈസേഷൻ കാണിക്കുകയാണ് എങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ റെമനൻസ് എന്ന് പറയും. അപ്പൊ അതെന്താ നോക്കാം. റിട്ടൻറ്റിവിറ്റി remanence is the ability of a magnetic material to retain a certain amount of residual magnetism even after the external magnetizing field is removed. ഞാൻ എന്ത് ചെയ്യാണ് സീറോ ആക്കുന്ന സമയത്ത് ആ മെറ്റീരിയലിൽ എന്തുണ്ടാവും ഒരു ചെറിയൊരു എമൗണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ എന്ത് ചെറിയ എമൗണ്ട് മാഗ്നറ്റിസം ഉണ്ടാവും. ഓക്കെ, ബി അവിടെ സീറോ ആയിട്ട് മാറില്ല, ചെറിയ എമൗണ്ട് മാഗ്നറ്റിസം ഉണ്ടാവും. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റെമനൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് രണ്ട് ടൈപ്പ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹൈ റിട്ടൻറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ലോ റിട്ടൻറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഹൈ റിട്ടൻറ്റിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണെന്ത് നമ്മുടെ സ്റ്റീല്, അൽനിക്കോ. ഓക്കെ, സ്റ്റീല്, അൽനിക്കോ എന്താണ് അതിനൊക്കെ റിട്ടൻറ്റിവിറ്റി കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ, ഞാൻ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്താലും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യില്ല, നശിച്ചു പോയില്ല, സീറോ ആയി മാറില്ല. ഓക്കെ, അത് മാഗ്നറ്റിക് ബിഹേവിയർ കുറെ നേരത്തിന് എന്ത് അത് കാണിക്കും. അതിനെയാണ് എന്ത് റിട്ടൻഷൻ അല്ലെങ്കിൽ റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീലും അതുപോലെ അൽനിക്കോ എന്താണ് ഹൈലി റിട്ടൻറ്റീവ് മെറ്റീരിയൽ ആണ്. ദെൻ അതുകൊണ്ട് തന്നെയാണ് എന്ത് സ്റ്റീല്, അൽനിക്കോ ഒക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആരെയാണ് അൽനിക്കോയും സ്റ്റീലും യൂസ് ചെയ്യാൻ കാരണം എന്താണ് അതിന്റെ റിട്ടൻറ്റിവിറ്റി ഹൈ ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് ലോ റിട്ടൻറ്റിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാ, അതിന് എക്സാമ്പിൾസ് ആണ് സിലിക്കോൺ സ്റ്റീലും അതുപോലെ സോഫ്റ്റ് അയണും. ഓക്കെ, നമ്മുടെ പച്ചിരുമ്പും അതുപോലെ സിലിക്കോൺ സ്റ്റീലും എന്താണ് ലോ റിട്ടൻറ്റീവ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം അതിലേക്ക് എന്ത് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് എന്നെ കൊടുത്തു, അത് കഴിഞ്ഞ് പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അതും ആ സ്പോട്ടിൽ അത് അല്ലെങ്കിൽ എന്ത് അത് റിമൂവ് ആയി പോകും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് എന്ത് സോഫ്റ്റ് മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്വാഭാവികമായിട്ടും അതിന് എക്സാമ്പിൾസ് ആണ് സോഫ്റ്റ് അയൺ അതുപോലെ സിലിക്കോൺ സ്റ്റീലും. അപ്പൊ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനും അതുപോലെ ട്രാൻസ്ഫോമർ കോറൊക്കെ ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നത്, നമ്മൾ സോഫ്റ്റ് അയൺ ഒക്കെ യൂസ് ചെയ്യാൻ കാരണം അതിന്റെ റിട്ടൻറ്റിവിറ്റി ലോ ആയതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പെർമനന്റ് മാഗ്നറ്റൈറ്റ് യൂസ് ചെയ്യുന്നത്, അതിന്റെ റീസൺ എന്താണ്, റിട്ടൻറ്റിവിറ്റി കൂടിയത് കൊണ്ടാണോ കുറഞ്ഞത് കൊണ്ടാണോ, അത് എന്തുകൊണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റൈറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ റീസൺ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് കൊയേഴ്സിവിറ്റി. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ എന്റെ മെറ്റീരിയൽ ഇപ്പൊ സപ്പോസ് ഇതാണ് എന്റെ മെറ്റീരിയൽ എങ്കിൽ ഇതിലേക്ക് ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്തായി, ഇതും മാഗ്നറ്റൈസ്ഡ് ആയി. ഓക്കെ, ഇതും മാഗ്നറ്റിക് നേച്ചർ കാണിച്ചു. ഇനി സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ഇവിടുത്തെ എച്ച് ഞാൻ സീറോ ആക്കി. സീറോ ആക്കുമ്പോൾ സമയത്ത് ഇതിൽ എന്തുണ്ട് ചെറിയ എമൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ എന്ത് കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ മെറ്റീരിയലിനെ കംപ്ലീറ്റ്ലി ഡിമാഗ്നറ്റൈസ് ചെയ്യണം. അതായത് ഈ മെറ്റീരിയലിൽ ഞാൻ എന്ത് ഇവിടുത്തെ കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയി മാറണം. അതിനു വേണ്ടി ഞാൻ എത്രമാത്രം എന്ത് കൊടുക്കണം, മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണലി ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കണം. ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, നോക്കാം സംഭവം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു ബിക്കമിങ് ഡിമാഗ്നറ്റൈസ്ഡ്. അതായത് ഒരു മെറ്റീരിയൽ അത് മാഗ്നറ്റൈസ് ചെയ്തു, ഇനി അതിനെന്ത് ചെയ്യണം, എനിക്ക് ഡിമാഗ്നറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ പൂർണ്ണമായും പഴയ ഡിമാഗ്നറ്റൈസ് ചെയ്ത ആ രീതിയിലേക്ക് തന്നെ അതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫീൽഡ് കൊടുക്കണമല്ലോ. ഒന്നെങ്കിൽ അതിന്റെ എമൗണ്ടിനെയാണ് എന്ത് അതിന്റെ കൊയേഴ്സിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം ഈ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക അതിന്റെ കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കൊയേഴ്സിവിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ടു കംപ്ലീറ്റ്ലി ഡിമാഗ്നറ്റൈസ് ഇറ്റ്. അതായത് ആ മെറ്റീരിയലിനെ കംപ്ലീറ്റ്ലി ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്രമാത്രം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണോ അതിന്റെ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുക കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാൻ പറ്റും എന്താണ് ഇത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് അതിനെ ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ അതിലേക്ക് ഇനി മാറാനുള്ള അതിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ് എന്ത് പറയാം കൊയേഴ്സിവിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കൊയേഴ്സിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഹൈ കൊയേഴ്സിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ലോ കൊയേഴ്സിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്.
ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഹൈ കൊയേഴ്സിവിറ്റി കാണിക്കുന്ന എക്സാമ്പിൾസ് ആണ് സ്റ്റീല്, അൽനിക്കോ, ഫെറൈറ്റ്സ് ഒക്കെ. സ്റ്റീല്, അൽനിക്കോ ഇവയൊക്കെ എന്താണ്, ഹൈ കൊയേഴ്സീവ് മെറ്റീരിയൽസ് ആണ്. കാരണം എന്താ, അതിനെ നമുക്ക് എന്ത് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് എന്തിനാ യൂസ് ചെയ്യുക, ഇത് നമ്മളെന്ത് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട്, കാരണം എന്താ, പെർമനന്റ് മാഗ്നറ്റ് ആകുമ്പോൾ അത് കുറെ കാലം കഴിഞ്ഞാലും എന്ത് അതിന്റെ മാഗ്നറ്റിസം അത് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും എന്ത് അതിന്റെ മാഗ്നറ്റൈസേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് ഹൈ കൊയേഴ്സീവ് മെറ്റീരിയൽസ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റീല്, അൽനിക്കോ, ഫെറൈറ്റ് ഒക്കെ. ഇനി ലോ കൊയേഴ്സീവ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡിമാഗ്നറ്റൈസ് ചെയ്യാം. ഓക്കെ, അതായത് നോർമലി ഒന്ന് എന്ത് ഒരു നമ്മുടെ സോഫ്റ്റ് അയൺ വിചാരിക്കുക, അതിന്റെ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത സമയത്തും ഒരു ചെറിയ വാല്യൂ എന്ത് റിട്ടൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി എന്ത് ഞാൻ അതിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിനെ ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈസിലി ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് എന്ത് ലോ കൊയേഴ്സീവ് മെറ്റീരിയൽസ്. അതിന് എക്സാമ്പിൾസ് ആണ് സോഫ്റ്റ് അയൺ, അതുപോലെ സിലിക്കോൺ സ്റ്റീലും. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഞാൻ എന്ത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്തു, സോഫ്റ്റ് അയണും അല്ലെങ്കിൽ അതുപോലെ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് സ്റ്റീല്, അൽനിക്കോ യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ, ഒന്ന് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഞാൻ സ്റ്റീൽ, അൽനിക്കോ യൂസ് ചെയ്യാൻ കാരണം അതിന്റെ ഹൈ കൊയേഴ്സിവിറ്റിയും അതുപോലെ ഹൈ റിട്ടൻറ്റിവിറ്റിയും കാരണമാണ്. എന്തുകൊണ്ട് സോഫ്റ്റ് അയണിനെ ഞാൻ എന്ത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ അതിന്റെ ലോ റിട്ടൻറ്റിവിറ്റിയും അതുപോലെ ലോ കൊയേഴ്സിവിറ്റിയും കാരണമാണ്. ഇനി നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നതാണ് ഹിസ്റ്ററിസിസ് കർവ്. ഓക്കെ, അതെന്താ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതുപോലെ എക്സ്റ്റേണൽ നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു ബിയും തമ്മിലുള്ള ഗ്രാഫാണ് എന്ത് നമ്മള് ബി എച്ച് കർവ്. അതിനെ നമ്മൾ ഹിസ്റ്ററിസിസ് കർവ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നൊക്കെ പറയും. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഈ ഒരു കേസ് നോക്കാം. ഇവിടെ ഇതാ ആദ്യം ഇപ്പൊ എന്റെ മെറ്റീരിയൽ ഞാൻ എടുത്തു വിചാരിക്കുക, അതായത് ഒരു സ്റ്റീലാണ് വിചാരിക്കുക. സ്റ്റീലാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ഇവിടെ എക്സ് ആക്സിൽ നമ്മുടെ കൂടെ എക്സ്റ്റേണൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഈ മെറ്റീരിയൽ എത്രമാത്രം മാഗ്നറ്റൈസ്ഡ് ആയി അതാണ് ബി കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് എച്ച് ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആര് കൂടും, നമ്മുടെ ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ സ്റ്റീൽ ആവട്ടെ സോഫ്റ്റ് അയൺ ആവട്ടെ അതിന്റെ ഈ ബിയും കൂടുമല്ലോ, കൂടും. അതിനെ കൂടി ഒരു സാച്ചുറേഷൻ വാല്യൂ പോയിന്റിലെത്തും. അത് കഴിഞ്ഞ് പിന്നെ കൂടില്ല. പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ എച്ച് കുറക്കുകയാണ്. ഓക്കെ, ഞാൻ എക്സ്റ്റേണൽ കൊടുത്ത ഫീൽഡ് കുറക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യില്ല, ഇത് ഇതേ പാത്ത് ഫോളോ ചെയ്ത് സീറോയിലേക്ക് എത്തില്ല. ഓക്കെ, ഇത് എന്ത് ചെയ്യും, ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിസം ഇങ്ങനെ കുറഞ്ഞു വന്ന് നമ്മളെ എച്ച് സീറോ ആണ സമയത്തും ആരുണ്ടാവും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആ മെറ്റീരിയലിൽ ഉണ്ടാവും. ഇനി നോക്കുക, ഇനി എനിക്ക് വീണ്ടും ആളെ എന്ത് ചെയ്യണം, ഞാൻ എച്ച് ഓപ്പോസിറ്റ് ഇപ്പൊ ഇനി പോസിറ്റീവ് ഡയറക്ഷനിലായിരുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യാണ് കൂട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആളെന്ത് ചെയ്യും, നമുക്കറിയാം ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ പോലെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത്
ഓക്കെ, അപ്പൊ നമ്മൾ ഹിസ്റ്ററിസിസ് കർവിന്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും റിട്ടൻറ്റിവിറ്റിയും അതുപോലെ കൊയേഴ്സിവിറ്റിയും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ പോയിന്റിനെയാണ് വിളിക്കുക റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ എച്ച് എന്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പം ഇവിടെ സ്വാഭാവികമായിട്ട് ഈ പോയിന്റിൽ നോക്കാം. ഇവിടെ ഈ പോയിന്റ് നോക്കുമ്പം അവിടെ ബി എന്താണ്, 0 ആണ് വരുന്നത്. ബി 0 ആണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ എത്രമാത്രം എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണോ അതാണ് അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊയേഴ്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും മനസ്സിലാവുന്ന കാര്യം എന്താ, ഇവിടെ 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ഇവിടെ ഇതിന്റെ ഈ ഇടയിലുള്ള ഈ ഹിസ്റ്ററിസ് കർവിന്റെ അണ്ടർ ആ ഇതിലുള്ള ഏരിയ, ഓക്കെ, ഇതാ ഇതിനെ പറയുന്നത്. ഓക്കെ, ഹിസ്റ്ററിസ് കർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. കാരണം എന്താ, ഇവിടെ അത് പക്ഷെ എന്ത് ചെയ്യില്ല, അത് അതേപോലെ റിവേഴ്സ് നമുക്ക് കിട്ടുന്നില്ല, ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹിസ്റ്ററിസിസ് ലോസ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്, സ്റ്റീലിനാണ്. അതുപോലെ കുറവുള്ളത് നമ്മുടെ സോഫ്റ്റ് അയണിനാണ്. അതുപോലെ ഇതിന്റെ കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ സോഫ്റ്റ് അയണിന്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് എങ്ങനെയാണ് വരുന്നത്, അത് നാരോയും അതുപോലെ ലാർജ് ഹിസ്റ്ററിസിസ് കർവാണെന്ത് നമ്മുടെ സോഫ്റ്റ് അയണിന്റെ വരുന്നത്. അതേസമയം ഹിസ്റ്ററിസിസ് ലൂപ്പ് ഫോർ സ്റ്റീൽ ഈസ് വൈഡ് ആൻഡ് ഷോർട്ട്, ചെറുതും അതുപോലെ വൈഡ് ആയിട്ടുള്ള ഹിസ്റ്ററിസിസ് കർവാണ് നമ്മുടെ സ്റ്റീലിന് വരുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞു, എന്താണ് കൊയേഴ്സിവിറ്റി പറഞ്ഞു, അതുപോലെ സ്റ്റീലും സോഫ്റ്റ് അയൺ എന്തുകൊണ്ട് 2 പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഈ ഹിസ്റ്ററിസിസ് കർവിന്റെ നേച്ചർ എങ്ങനെ പറഞ്ഞു. അത് സ്റ്റീൽ ആണെങ്കിൽ വൈഡും അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള ഹിസ്റ്ററിസിസ് കർവാണ് ഉണ്ടാവുക. അതേസമയം സോഫ്റ്റ് അയൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എന്താണ്, ലാർജും നാരോ ഹിസ്റ്ററിസിസ് കർവാണ് വരുന്നത്. പിന്നെ ഇത് നാരോ ആയതുകൊണ്ട് തന്നെ ലോസ് ആയിട്ട് പറയുന്നത് ഇവിടുത്തെ എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ സോഫ്റ്റ് അയണിന്റെ കേസിലാണ് ഇത് നാരോ വന്നുകൊണ്ട് തന്നെ അവിടുത്തെ ലോസ് വളരെ കുറവാണ്. അതേസമയം സ്റ്റീലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അൽനിക്കോയൊക്കെ സംബന്ധിച്ച് അതിന് ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ഇത്രയും കാര്യങ്ങളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഇതൊന്ന് ഇതുവരെ പറഞ്ഞ ഈ റിട്ടൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റി ഈ കാര്യം ജസ്റ്റ് ഒന്ന് ടേബിൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് സ്റ്റീലിനെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ റിട്ടൻറ്റിവിറ്റി ഹൈ ആണ്, കൊയേഴ്സിവിറ്റി ഹൈ ആണ്, അതുപോലെ എനർജി ലോസും ഹൈ തന്നെയാണ്, നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൂപ്പിന്റെ ഷേപ്പ് എങ്ങനെയാണ്, വൈഡ് ലൂപ്പാണ് എന്ത് നമ്മുടെ ഹിസ്റ്ററിസിസ് കർവിൽ വരുന്നത്. അതേസമയം സോഫ്റ്റ് അയൺ ആണെങ്കിൽ റിട്ടൻറ്റിവിറ്റി ലോ ആണ്, അതുപോലെ കൊയേഴ്സിവിറ്റി ലോ ആണ്, എനർജി ലോസും കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ്സ് ഉണ്ടാക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ലൂപ്പിന്റെ ഷേപ്പ് എന്താണ്, നാരോ ലൂപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കെന്നാൽ ഇതിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം.